എല്ലാവർക്കും നമസ്കാരം. HSST ഇക്കണോമിക്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മൾ മൊഡ്യൂൾ 1 ഫസ്റ്റ് ടോപ്പിക്കായ മെത്തഡോളജി ഓഫ് ഇക്കണോമിക്സ് ആദ്യത്തെ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തു. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും നമ്മളവിടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ടോപ്പിക്കായ റീസെൻറ്റ് തിയറീസ് ഇൻ ഡിമാൻഡ് തിയറിയാണ് ഇനി നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയാകുന്ന വേണം നമ്മൾ ജസ്റ്റ് ഡിമാൻഡ് എന്താണ്, അല്ലെങ്കിൽ ഡിമാൻഡിനെ സംബന്ധിച്ചിടത്തുള്ള കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈശ്വര പ്രാർത്ഥനയുടെ കൂടെ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഇൻ ഇക്കണോമിക്സ്, വാട്ട് ഈസ് ഡിമാൻഡ്? ഡിമാൻഡ് മീൻസ് ജനറലി ഡിമാൻഡ് നമുക്കറിയാം, ഡിസയർ ആൻഡ് വില്ലിങ്നെസ് ആൻഡ് എബിലിറ്റി of the to purchase a commodity at a given prices. അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എന്താണ് അറ്റ് എ ഗിവൺ പ്രൈസ് പെർ യൂണിറ്റ് ഓഫ് ടൈം ദ ഡിസയർ, എബിലിറ്റി ആൻഡ് വില്ലിങ്നെസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു പർട്ടിക്കുലർ പ്രൈസിൽ കൺസ്യൂമറിന് ആ ഗുഡ് വാങ്ങുവാനുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിനെയും കഴിവിനെയും എല്ലാം കൂടി ഒരുമിച്ച് പറയുന്നതിനെയാണ് നമ്മൾ ഡിമാൻഡ് എന്ന് പറയുന്നത്. ദെൻ which of the following matters may account for changes in demand? ചേഞ്ചസ് ഇൻ ഡിമാൻഡിൽ വരുന്നതെല്ലാം ചേഞ്ചസ് ഇൻ കൺസ്യൂമർ പ്രിഫറൻസസ്. അതിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് എല്ലാ ഓപ്ഷൻസും ഞാൻ വായിക്കുകയാണ്. ചേഞ്ചസ് ഇൻ കൺസ്യൂമർ പ്രിഫറൻസസ്, ചേഞ്ചസ് ഇൻ റിയൽ ഇൻകംസ്, ചേഞ്ചസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകംസ്, ചേഞ്ചസ് ഇൻ ദ ലെവൽസ് ഓഫ് ടാക്സേഷൻസ്. അപ്പോൾ ചേഞ്ചസ് ഇൻ ഡിമാൻഡിൽ ഈ 4 ഓപ്ഷൻസുകളും നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റുകളും കറക്റ്റാണ്. ഡിമാൻഡ് ചേഞ്ച് ചെയ്യുമ്പോൾ പ്രൈസ് അല്ലാത്ത മറ്റ് ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന അഫക്റ്റ് ചെയ്യുന്ന എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുന്നു. അത് ഏതെല്ലാമാണ് ഇവിടെ നമ്മൾ പറയുന്നത്? ചേഞ്ചസ് ഇൻ കൺസ്യൂമർ പ്രിഫറൻസസ്, ചേഞ്ചസ് ഇൻ റിയൽ ഇൻകം, ചേഞ്ചസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് ചേഞ്ചസ് ഇൻ ദ ലെവൽ ഓഫ് ടാക്സേഷൻസ്. Then the law of demand implies that എന്താണ് the law of demand implies that as prices fall quantity demanded increases. നമ്മൾ അവിടെ പോയിന്റ് ശ്രദ്ധിക്കണം. as price falls quantity demanded, ആ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്നുള്ള പോർഷൻസ് വളരെയധികം ശ്രദ്ധിക്കണം. അതാണ് ലോ ഓഫ് ഡിമാൻഡിൽ. ആൻഡ് അതർ തിങ്സ് റിമൈനിങ് കോൺസ്റ്റൻറ്റ്. ആസ് പ്രൈസ് ഫോൾസ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് ദ കമ്മ്യൂണിറ്റി increases. Law of that is known as law of demand. Then the demand function for the commodity is defined as the demand function for the. ഇനി എന്താണ് ഡിമാൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത്? ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആസ് ദ ഫങ്ഷൻ ഓഫ് ഇറ്റ്സ് ഓൺ പ്രൈസസ് holding the price of other goods and buyers income fixed, and other or factors we consider in demand functions as the only price of that commodity, and other factors affecting demand remains constant. This is explained in the demand function for the commodity. Then in a typical demand schedule, quantity demanded in a typical demand, ജനറലായിട്ട് ഡിമാൻഡ് പറയുകയാണെങ്കിൽ വേരീസ് ഇൻവേഴ്സ്ലി വിത്ത് ഇറ്റ്സ് പ്രൈസുമായിട്ട് ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് ക്വാണ്ടിറ്റി ഡിമാൻഡിനായിട്ട് ഉള്ളത്. ദെൻ നോർമലി വെൻ പ്രൈസ് പെർ യൂണിറ്റ് ഓഫ് എ ഗുഡ് ഫാൾസ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് increases. Then next question, a fall in a price of commodity leads to. A fall in a price of commodity leads to. അല്ല ഓപ്ഷൻസ് വായിക്കണം നിങ്ങൾ. കാരണം നമുക്ക് കൺഫ്യൂഷൻ തരാവുന്ന വിധത്തിൽ, മാക്സിമം നമുക്ക് കൺഫ്യൂഷൻ തരാവുന്ന വിധത്തിൽ ഓപ്ഷൻസുകളെയാണ് നമുക്കിനി പ്രതീക്ഷിക്കാവുകയുള്ളൂ. അപ്പോൾ കാരണം നമ്മൾ ഡെപ്തായിട്ട് അത് പഠിക്കുവാൻ നമുക്ക് കൂടുതൽ ടീച്ചേഴ്സ് പറയുമ്പോൾ കുട്ടികളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടവരാണ്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് അത് ആൻസർ ചെയ്യണം. അപ്പോൾ നമ്മളത് ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന വിധത്തിൽ ആയിരിക്കണം ടീച്ചേഴ്സ്. കാരണം ഒരു പുതിയ തലമുറ സൃഷ്ടിക്കേണ്ടവരാണല്ലോ നമ്മൾ. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. എ ഫാൾ ഇൻ പ്രൈസ് ഓഫ് കമ്മ്യൂണിറ്റി ലീഡ്സ് ടു ഓപ്ഷൻ എ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്, എ ഫാൾ ഓപ്ഷൻ ബി എ ഫാൾ ഇൻ ഡിമാൻഡ്, തേർഡ് വൺ എ റൈസ് ഇൻ കൺസ്യൂമേഴ്സ് റിയൽ ഇൻകം, ആൻഡ് ഫോർത്ത് വൺ എ ഫാൾ ഇൻ കൺസ്യൂമേഴ്സ് റിയൽ ഇൻകം. അപ്പോൾ ഇവിടെ കമ്മ്യൂണിറ്റിയുടെ പ്രൈസ് ഫാൾ ചെയ്യുമ്പോൾ ഈ 4 ഓപ്ഷനിലും ഏറ്റവും ഏതാണ് ശരി?
ഷിഫ്റ്റ് ഇൻ ഡിമാൻഡാണോ? അല്ല, കാരണം പ്രൈസ് ഓഫ് കമ്മ്യൂണിറ്റി ആണ്, അപ്പോൾ അവിടെ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് സംഭവിക്കുന്നില്ല. ദെൻ എ ഫോൾ ഇൻ ഡിമാൻഡ്, നമ്മൾ ഫോൾ ഇൻ ഡിമാൻഡ് എന്ന് പറയാൻ പറ്റില്ല. എ ഫോൾ ഇൻ പ്രൈസ് ഓഫ് കമ്മ്യൂണിറ്റി ഫോൾ ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ്, പക്ഷേ ഫോൾ ഇൻ ജനറൽ ഡിമാൻഡ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ചില കമ്മ്യൂണിറ്റിയുടെ പ്രൈസ് അനുസരിച്ച് നമുക്ക് പറയും. ഫോൾ ഇൻ പ്രൈസ് ഓഫ് കമ്മ്യൂണിറ്റിയിൽ ഫോൾ ഇൻ ഡിമാൻഡ് വരില്ലല്ലോ, കാരണം അവിടെ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. മൂന്നാമത്തത് റൈസ് ഇൻ കൺസ്യൂമേഴ്സ് റിയൽ ഇൻകം, അതായത് കൺസ്യൂമറുടെ പർച്ചേസിങ് പവർ അവിടെ കൂടുന്നു. കാരണം നേരത്തെ ഒരു 20 രൂപ കൊടുത്ത് മേടിക്കേണ്ട വസ്തു ഇപ്പോൾ നമുക്ക് പ്രൈസ് കുറഞ്ഞ കാരണം 10 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ കൺസ്യൂമേഴ്സിന് അവിടെ പർച്ചേസിങ് പവർ കൂടി, അപ്പോൾ അവരുടെ റിയൽ ഇൻകം കൂടി. അപ്പോൾ ഓപ്ഷൻ ശരിയായി വരുന്നത് ഫാൾ ഇൻ പ്രൈസ് ഓഫ് കമ്മ്യൂണിറ്റി ഈക്വൽ കോസസ് ഇൻക്രീസ് ദ പർച്ചേസിങ് പവർ ഓർ റിയൽ ഇൻകം ഓഫ് ദി കൺസ്യൂമർ. ദെൻ വാട്ട് ഈസ് ഡിമാൻഡ് ഷെഡ്യൂൾ? ഡിമാൻഡ് ഷെഡ്യൂളിൽ എന്താണ് പറയുന്നത്? ഡിമാൻഡ് ഷെഡ്യൂൾ ഇസ് ഷോൺ ആസ് എ ഫങ്ഷൻ ഓഫ് പ്രൈസ് എലോൺ. പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഡിമാൻഡ് ഷെഡ്യൂൾ. ദെൻ നെക്സ്റ്റ് വൺ, ദ ഡിമാൻഡ് ഫോർ കമ്മ്യൂണിറ്റി ഈസ് ജനറലി ഡ്രോൺ ഓൺ ദ അസംഷൻ. ഈ ലോ ഓഫ് ഡിമാൻഡ് എന്ത് അസംഷനെ ബേസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്? ടേസ്റ്റ്, ഇൻകം ആൻഡ് ഓൾ അതർ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഓൺലി ചേഞ്ച് വേരിയബിൾ ദാറ്റ് ഈസ് ഏതാണ്? പ്രൈസ്. ദെൻ വെൻ ലോ ഓഫ് ഡിമാൻഡ് ഓപ്പറേറ്റ്സ്, ഡിമാൻഡ് കർവ് ഏത് രീതിയിലാണ്? നമുക്ക് 4 ഓപ്ഷൻ വായിക്കാം. ഇതാറിനെ ക്വസ്റ്റ്യൻസിൽ കൺഫ്യൂഷൻ വരുത്താവുന്നതിൽ പറയും. സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, സ്ലോപ്സ് അപ്വേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, സ്ലോപ്സ് അപ്വേർഡ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആൻഡ് പാരലൽ ടു ഹൊറിസോണ്ടൽ ആക്സിസ്, ഡൗൺവേർഡ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. അപ്പോൾ ഇതിലേതാണ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്? അപ്പോൾ ഡിമാൻഡ് കർവ് ജനറലി എങ്ങനെയായിരിക്കും? ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് കുഡ് പ്രൊവൈഡ് എക്സാമ്പിൾ ഓഫ് എക്സെപ്ഷണൽ ഡിമാൻഡ്? എക്സെപ്ഷണൽ ഡിമാൻഡിന് എക്സാമ്പിൾ ഏതെല്ലാമായിരിക്കും എന്നാണ്? ഡിമാൻഡ് ഫോർ ഗിഫൺ ഗുഡ്സ്, ഡിമാൻഡ് ബേസ്ഡ് ഓൺ ഫിയേഴ്സ് ഓഫ് ഫ്യൂച്ചർ അൺസർട്ടനിറ്റീസ്, ആൻഡ് ഡിമാൻഡ് ഫോർ സെക്കൻഡ് ഹാൻഡ് ക്ലോത്ത്സ്, ആൻഡ് ഡിമാൻഡ് ഫോർ ഡെയിലി ന്യൂസ് പേപ്പേഴ്സ്. ഇതിൽ എക്സെപ്ഷണൽ ഡിമാൻഡിന് ഉദാഹരണം ഏതെന്നാണ്? ഡിമാൻഡ് ഫോർ ഗിഫൺ ഗുഡ്സ്, demand based on fears of future rise in prices, and then demand for daily newspapers and demand for second hand clothes. ഇതിൽ ഏത് ഒക്കെയാണ്? ആദ്യത്തെ രണ്ടെണ്ണം, ഡിമാൻഡ് ഫോർ ഗിഫൺ ഗുഡ്സും ആൻഡ് ഡിമാൻഡ് ഫോർ ഗുഡ്സ് ദാറ്റ് ഈസ് ദ എക്സ്പെക്റ്റേഷൻ ഓഫ് റൈസ് ഇൻ പ്രൈസസ്. നമ്മൾ ഫ്യൂച്ചറിൽ പ്രൈസ് കൂടിയേക്കാമെന്ന് കരുതി നമ്മളതെല്ലാം മേടിച്ച് വയ്ക്കുന്നതായിരിക്കും. ദെൻ വിച്ച് ഓഫ് ദ when an exceptional demand curve is one slopes, and exceptional demand curve ൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? upwards to the right. ഏതാണ്? എക്സെപ്ഷണൽ ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? upwards to the left, റൈറ്റ്, അപ്വേർഡ് ഷേപ്പ് ആയിരിക്കും. സാധാരണ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് ആണെങ്കിൽ എക്സെപ്ഷണൽ ഡിമാൻഡ് കർവ് അത് അപ്വേർഡ് ആയിരിക്കും. Then what is market equilibrium? Market equilibrium is the position of എന്തൊക്കെയാണ് ഈ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് വായിക്കാം, ചോദിക്കാം. ഓഫ് നോ ചേഞ്ച്, ഒന്നാമത്തെ ഓപ്ഷൻ ഓഫ് നോ ചേഞ്ച്. സെക്കൻഡ് ഓപ്ഷൻ ഇൻ വിച്ച് all forces operating in a market or in the whole economy can exactly offset against each other. എന്താണ്? സെക്കൻഡ് ഓപ്ഷൻ ഒന്നും കൂടി വായിക്കാം, ശ്രദ്ധിക്കുക. ഇൻ വിച്ച് ഓൾ ഫോഴ്സസ് ഓപ്പറേറ്റിംഗ് ഇൻ എ മാർക്കറ്റ് ഓർ ഇൻ ദ ഇക്കോണമി ക്യാൻ എക്സാക്ട്ലി ഓഫ്സെറ്റ് എഗൻസ്റ്റ് ഈച്ച് അതർ. അതായത് എല്ലാ ഫോഴ്സുകളും അവരൊരു ബാലൻസ് ചെയ്യുമെന്ന്. ഇൻ വിച്ച് ഇഫ് നത്തിങ് ചേഞ്ചസ് വിത്തിൻ ദ ഇക്കോണമി സെയിം ബാലൻസ് ബിറ്റ്വീൻ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് വിൽ ബി മെയിൻറ്റെയിൻഡ്. ഇവിടെ ഒരു ചേഞ്ചസ് സംഭവിക്കണം. എല്ലാവരും പ്രൊഡ്യൂസേഴ്സ് ആയാലും കൺസ്യൂമേഴ്സ് ആയാലും ബയേഴ്സ് ആയാലും സെല്ലേഴ്സ് ആയാലും ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഈ 4 ഓപ്ഷൻസ്, ഈ 3 ഓപ്ഷൻസും ശരിയായിട്ടാണ്. നോ ചേഞ്ച്, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായ മറ്റു സെക്ടറുകളിൽ നിന്നും അത് ഓഫ്സെറ്റ് ചെയ്ത് ഒരു ഇക്വിലിബ്രിയത്തിലെത്തുന്നു. ബയേഴ്സും കൺസ്യൂമേഴ്സും പ്രൊഡ്യൂസേഴ്സും സെല്ലേഴ്സും എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് അവരും ഒരു ഇക്വിലിബ്രിയം സ്റ്റേജിലെത്തുന്നു. ദിസ് ഈസ് നോൺ ആസ് മാർക്കറ്റ് ഇക്വിലിബ്രിയം. Then the credit for popularity of general equilibrium analysis in 20th century. ജനറൽ ഇക്വിലിബ്രിയത്തെ എന്ന കൺസെപ്റ്റിനെ പോപ്പുലറൈസ് ചെയ്ത എക്കണോമിസ്റ്റാണ് നമ്മുടെ കെയ്ൻസ്. ദെൻ നെക്സ്റ്റ് വൺ,
In a capitalistic economy, dash is are alone the sovereign and major determinant. ക്യാപിറ്റലിസ്റ്റിക് ഇക്കോണമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ ആർക്കാണ്? പ്രൊഡ്യൂസറിനാണോ കൺസ്യൂമറിനാണോ? യെസ്, എക്സാക്ട്ലി എന്നാണ് കൺസ്യൂമറിനാണ്. കാരണം കൺസ്യൂമറാണ് പ്രൊഡ്യൂസറിൻ്റെ പ്രോഫിറ്റ് തീരുമാനിക്കുന്നത്, പ്രൈസ് എല്ലാം തീരുമാനിക്കുന്നത്. അപ്പോൾ കൺസ്യൂമറാണ് അവിടെ സോറിൻ പരമാധികാരി അല്ലെങ്കിൽ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത്. Then the economist who distinguished between market period, short period, long period and secular period while dealing with the price discrimination. ഈ ഷോർട്ട് പീരിയഡ്, വെരി ഷോർട്ട് പീരിയഡ്, മാർക്കറ്റ് പീരിയഡ് തിരിച്ചത് ആരാണ്? ആൽഫ്രഡ് മാർഷൽ. എ ഡൗൺവേർഡ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ് ക്യാൻ ബി ഓൺ അക്കൗണ്ട് ഓഫ്. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. എ ഡൗൺവേർഡ് ഷിഫ്റ്റ് ഇൻ demand curve can be on account of. A downward shift in demand curve can be on account of anticipation of increase in prices, rising the price of substitutes, increasing the number of consumers, and next one, decrease in income and wealth of the consumers. A downward ചോദ്യം ഒന്നും കൂടി ഞാൻ പറയാം. എ ഡൗൺവേർഡ് ഷിഫ്റ്റ് in demand curve can be on account of option A, anticipation of an increase in prices. Price ഫ്യൂച്ചറിൽ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഡൗൺവേർഡ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടോ? റൈസ് ഇൻ പ്രൈസസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സിൻ്റെ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് കൺസ്യൂമേഴ്സിനനുസരിച്ച് അത് ഡൗൺവേർഡ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഇത് ഓപ്ഷൻ 4 നോക്കൂ, ഡിക്രീസ് ഇൻ ദ ഇൻകം ആൻഡ് വെൽത്ത് ഓഫ് ദ കൺസ്യൂമേഴ്സ്. അപ്പോൾ നമ്മുടെ കയ്യിൽ വെൽത്തും ഇൻകവും ഇല്ലെങ്കിൽ ഓൾറെഡി ഡിമാൻഡ് കർവ് ഡൗൺവേർഡായിട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരി, ഡിക്രീസ് ഇൻ ഇൻകം ആൻഡ് വെൽത്ത് ഓഫ് ദ കൺസ്യൂമേഴ്സ്. ദെൻ demand of a consumer for a product is influenced by price of that product, price of related products, level of income of the consumer. ഈ മൂന്നും ശരിയാണ്. all are the correct. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. ഇത് എല്ലാം നമ്മുടെ ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ആൻഡ് അപ്വേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ക്യാൻ ബി എക്സ്പെക്റ്റഡ് ഫോർ. അപ്വേർഡ് സ്ലോപ്പിംഗ് ഏതെങ്കിലും സംഭവിക്കാം? ഗിഫൺ ഗുഡ്സ്, കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് പ്രഷ്യസ് ഗുഡ്സ്. ഓപ്ഷൻ എയും സിയുമാണ് ശരി. ഗിഫൺ ഗുഡ്സിനും പ്രഷ്യസ് ഗുഡ്സിനും സംഭവിക്കുന്നതാണ് അപ്വേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ്. നമുക്ക് അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ച് നമുക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ക്ലാസ് എടുക്കാം. ഡിമാൻഡ് കാരണം ഞാനിപ്പോൾ ഡിമാൻഡിനെ കുറിച്ച് ജസ്റ്റ് ഒബ്ജക്റ്റീവ്സ് ക്വസ്റ്റ്യൻസ് പറയുന്നത് പോകുന്നത്, കാരണം നമുക്ക് വളരെ അധികം പരിജ്ഞാനമുള്ളതും വളരെ ലളിതവുമായ ടോപ്പിക്കാണ് ഡിമാൻഡ്, ലോ ഓഫ് ഡിമാൻഡിൻ്റെ സംബന്ധിച്ച്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറീസിനെ കുറിച്ച് നമുക്ക് ക്ലാസ്സുകളിൽ എടുത്ത് പോകാം. മാത്രമല്ല ഈ ലോ ഓഫ് ഡിമാൻഡിലെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡെപ്തായിട്ട് അനലൈസ് ചെയ്യണം. കാരണം ഇപ്പോൾ കറക്റ്റ് സിലബസിലെ ടോപ്പിക്ക് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കണമെന്നില്ല. ജസ്റ്റ് ഇപ്പോൾ തിയറീസ് ഇൻ ഡിമാൻഡ് തിയറി എന്ന് പറഞ്ഞു. അപ്പോൾ ഡിമാൻഡ് എന്നുള്ള വേർഡ് ഉള്ളതുകൊണ്ട് ഡിമാൻഡിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ക്വസ്റ്റ്യൻസും അവിടെ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ലോ ഓഫ് ഡിമാൻഡിലെ എല്ലാ കൺസെപ്റ്റുകളും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡും ഏതൊക്കെ സമയത്താണ് ഡിമാൻഡ് കർവിൻ്റെ ഷിഫ്റ്റ് ചെയ്യുന്നതെന്നും, പിന്നെ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എപ്പോഴാണ്, ഡിക്രീസ് ഇൻ ഡിമാൻഡ് എപ്പോഴാണെന്നുള്ളതും, പിന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ്, ദെൻ വാട്ട് ആർ ദ വൈ ഡിമാൻഡ് കർവ് അപ്വേർഡ് സ്ലോപ്പിംഗ്, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ കൺസെപ്റ്റുകളും വളരെ കൃത്യമാണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ തന്നെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി വരുന്നുണ്ട്, ഇൻകം ഇലാസ്റ്റിസിറ്റി വരുന്നുണ്ട്, ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വരുന്നുണ്ട്. നമുക്ക് അതെല്ലാം വരും ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് കൂടുതൽ HSSTക്ക് എക്കണോമിക്സിന് ആവശ്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കൂടാതെ നെറ്റ്, സെറ്റ് എന്നീ എക്സാമുകൾക്ക് നമുക്ക് വിജ്ഞാപനം അറിയുന്ന സമയത്തിന് മുൻപ് തന്നെ നമുക്ക് ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ PGക്ക് പഠിക്കുന്നവർ 3rd സെമസ്റ്റർ തൊട്ടേ നെറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ വളരെ നേരത്തെ തന്നെ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക.
അതല്ലാതെ നമ്മൾ സെറ്റ് വിളിക്കുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് വളരെ സമയം കുറവായിരിക്കും. നമുക്ക് സെറ്റ് എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നെറ്റ് എഴുതുവാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് ഒരു നോട്ട്സ് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിജ്ഞാപനം ഇറങ്ങുന്ന സമയത്ത് ആ ഒരു ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ എഴുതി വെച്ച കുറിപ്പുകൾ മാത്രം നോക്കിപ്പോയാൽ തന്നെ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് വിജയിക്കാനായിട്ട് പറ്റും. അപ്പോൾ എനിവേ താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.